بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുള്ളയുടെ ഒരു പദ്യത്തിലാണ് നമ്മൾ നിർത്തിയത്. പിന്നീട് ഇമാം ഗസാലി പറയാണ്, ഖുൽതു അന, ഞാൻ പറയാം, ഫഇദ, അന്നേരത്ത്, ഈ പറഞ്ഞ വിശദീകരണം പറഞ്ഞ സമയത്ത് അതനുസരിച്ച് നോക്കുമ്പോൾ, കാന മദാറു അംരിൽ ഉബൂദിയത്തി, ഉബൂദിയത്തിൻ്റെ അടിത്തറയായി, ഉബൂദിയത്ത് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അടിത്തറയായി, അലൽ അംറൈന്, രണ്ട് കാര്യത്തിൻ്റെ മേലായി. ഏതൊക്കെയാണ് ആ കാര്യം? അൽ ഖിയാമി ബിത്താഅത്തി വല്ലിൻതിഹായി അനിൽ മാസിയത്തി, താഅത്തുമായി നിലകൊള്ളുക, പാപത്തിനെ തൊട്ട് അകന്നു മാറുക. ഈ രണ്ട് കാര്യത്തിൻ്റെ മേലാണ് ഉബൂദിയത്ത് നിലകൊള്ളുന്നത്. ഒരാൾ അള്ളാഹുവിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ, അടിമത്വം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യമാണ്. താഅത്തിൽ നിലകൊള്ളുക, പാപത്തിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക. അപ്പോൾ അതായത് ഇത് ലാ യത്തിമ്മു, ഇത് പൂർത്തിയാവുകയില്ല, മഹഹാദിഹിൻ നഫ്സിൽ അമ്മാറത്തി ബിസ്സൂഇ, അമ്മാറത്തും ബിസ്സൂ ആയ ഈ നഫ്സിനോട് കൂടെ അത് പൂർത്തിയാവുകയില്ല, ഇല്ലാ ബി തർഗീബിൻ വ തർഹീബിൻ, തർഗീബും തർഹീബും കൊണ്ടല്ലാതെ. തർഗീബ് പ്രേരിപ്പിക്കുക, തർഹീബ് ഭയപ്പെടുത്തുക എന്ന് പറയാം, ഭീഷണിപ്പെടുത്തുക എന്ന് പറയാം. വ തർജിയത്തിൻ വ തഹ്വീഫിൻ, തർജിയത്ത് ആശ നൽകുക, തഹ്വീഫ് ഭയം നൽകുക. അതില്ലാതെ ഈ നഫ്സോടുകൂടെ ഇബാദത്ത് സാധ്യമാവുകയില്ല, ഉബൂദിയത്തും ഉണ്ടാവുകയില്ല. കാരണം ഫൈന ദാബത്തൽ ഹറൂന, അനുസരണയില്ലാത്ത മൃഗം, ഇവിടെ മൃഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരയാണ്. അനുസരിക്കാത്ത, ഉടമസ്ഥനെ അനുസരിക്കാത്ത മൃഗം, തഹ്താജ്, അത് ആവശ്യമാകും, ഇലാ ഖായിദിൻ യഖൂദുഹ, അതിനെ നയിക്കുന്ന ഒരു നായകനിലേക്ക് ആവശ്യമാകും. അനുസരണയില്ലാത്തതിനെ നയിക്കാൻ ഒരാൾ വേണം. വൈലാ സാ, അതിന് അയാൾക്ക് അറിയാം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന്. വൈലാ സായിഖിൻ യസൂഖുഹ, അതിനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു സായിഖിലേക്കും ആവശ്യമാകും. ഖായിദ് മുമ്പിൽ നിന്നിട്ട് ആ കയറൊറ്റ കെട്ടിയിട്ടും വലിച്ചു കൊണ്ടുപോവുക, മുമ്പിൽ നിന്ന് നയിക്കുന്നതിനാണ് ഖായിദ് എന്ന് പറയുന്നത്. സായിഖ് എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്നും തെളിക്കുക, പുറകിൽ നിന്ന് അടിച്ചടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനാണ് സായിഖ് എന്ന് പറയുന്നത്. ആ വാക്കാണല്ലോ അറബിയിൽ ഡ്രൈവറിന് ഉപയോഗിക്കുന്നത്. വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നയിക്കുന്നത്, മുമ്പിൽ നിന്നിട്ടല്ലല്ലോ. ഏകദേശം ഒരു യോജിപ്പിന്റെ പേരിലാണ് ആ വാക്ക് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോ ഇതിലേക്ക് ആവശ്യമാകും, സായിഖിലേക്കും ആവശ്യമാകും. വൈദാ വക്കാത്ത, മൃഗം ചെന്ന് വീണാൽ, ഫി മഹുവാത്തിന്, എന്തെങ്കിലും നാശകർത്തത്തിൽ വീണാൽ, ഫറുബമ, ചിലപ്പോഴ്, തുളുറബു, അതിനെ അടിക്കപ്പെടണം, ബി സൗത്തി, ചാട്ട കൊണ്ട്, മിൻ ജാനബിന്, ഒരു ഭാഗത്തിലൂടെ ചാട്ട കൊണ്ട് അടിക്കണം, എഴുന്നേക്കാൻ. വയ്യുലവ്വഹുലഹ, അതിന് വെളിവാക്കപ്പെടണം, അശ്ശഈറു, ഗോതമ്പിനെ, മിൻ ജാനിബിൻ ആഖർ, വേറൊരു ഭാഗത്തിലൂടെ കറ്റ ഇങ്ങനെ കാട്ടിക്കൊടുക്കണം എഴുന്നേൽക്കാൻ. ഒരു ഭാഗത്തിലൂടെ പിന്നെ അതിന് അടി കൊടുക്കണം, വേറൊരു ഭാഗത്തിലൂടെ അതിന് പ്രേരണ നൽകുകയും ചെയ്യണം. ഹത്താ തൻഹദ, അത് എഴുന്നേൽക്കാൻ വേണ്ടി. വതതഖല്ലസ, അത് രക്ഷപ്പെടാൻ വേണ്ടി. മിമ്മാ വഖഅത് ഫീഹി, ഒന്നിൽ നിന്നും, അതിലത് വീണു, അതെന്തിലാണോ വീണത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോ പിന്നെ അതിന്റെ വിശദീകരണം പുറകെ പറയും. ബൈന സബിയ, ഒരു കുട്ടി, ഒരു പൈതൽ, അൽ അരിമ, അനുസരണയില്ലാത്ത ഒരു കുട്ടി, പൈതലല്ല, അനുസരണയില്ലാത്ത ഒരു കുട്ടി. ലാ യമുറു, ആ കുട്ടി നടന്നു പോവുകയില്ല, ഇലൽ കുത്താബി, മദ്രസയിലേക്ക്, പ്രാരംഭ വിദ്യ പഠിപ്പിക്കുന്ന സ്ഥലത്തിനാണ് കുത്താബ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് നടന്നു പോവുകയില്ല. ഇല്ലാ ബി തർജിയത്തിൻ മിനൽ വാലിദൈനി, മാതാപിതാക്കൾ നിന്നുള്ള പ്രേരണ കൊണ്ടല്ലാതെ. പ്രേരണ നൽകുക, മിഠായി വാങ്ങിത്തരാം, വണ്ടി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കുക. അപ്പോൾ തഖ്വീഫിൻ മിനൽ മുഅല്ലിം, മുഅല്ലിമിൽ നിന്നുള്ള ഭയപ്പെടുത്തൽ കൊണ്ടുമല്ലാതെ.
വന്നില്ലെങ്കിൽ ഞാൻ തട്ടിക്കളയും, വീട്ടിൽ വന്ന് ഞാൻ നിന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് മുഅല്ലിമ് പേടിപ്പിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ആ കുട്ടി, വരാതിരുന്നെങ്കിൽ ഒരു ഉസ്താദിന്റെ അടി കിട്ടും, വരാതിരുന്നാൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും മിഠായി പോലുള്ളത് കിട്ടുകയില്ല. അങ്ങനെ ഒരു ബോധ്യം വരുമ്പോൾ ആ കുട്ടി വരും. അപ്പൊ കദാലിക ഇപ്രകാരം ഹാദിഹിൻ നഫ്സു, ഈ നഫ്സ് ദാബത്തുൻ ഹറൂൻ, അനുസരണയില്ലാത്ത മൃഗമാണ്. വക്കാത്ത്, അത് വീണിരിക്കുന്നു ഫി മഹ്വാത്തി ദുന്യ, ദുന്യാവിന്റെ നാശകർത്തത്തിൽ. ഫൽ ഖൗഫ്, അപ്പൊ ഭയം, ഭയപ്പെടുത്തുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. സൗത്തുഹ, ആ മൃഗത്തിനുള്ള ചാട്ടയാണ്, ചാട്ടയടി. അപ്പൊ സായക്കു, അതിന്റെ സായക്കുമാണ്, പുറകിൽ നിന്ന് തെളിക്കുന്നവൻ അടിക്കുമല്ലോ. റജാ, റജാ പ്രേരണ നൽകുക എന്നുള്ളത്, അത് ഷഈറുഹ, ആ മൃഗത്തിന് നൽകുന്ന കറ്റയാണ്. ഖായിദുഹ, അതിന്റെ ഖായിദുമാണ്, മുമ്പിൽ നിന്ന് നയിക്കുന്നയാള്. ഈ തീറ്റ പുല്ലെല്ലാം കാണിച്ചാണ് അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. വൈന്നാ, നിശ്ചയമായി നഫ്സ് അസ്സബിയുൽ അരിമു, അനുസരണയില്ലാത്ത കുട്ടിയാണ്. യുഹ്മലു ഇലൽ കുത്താബിൽ ഇബാദത്തി, ഇബാദത്താകുന്ന മദ്രസയിലേക്ക് അതിനെ വലിച്ചു കൊണ്ടുപോകപ്പെടും. തഖ്വ, തഖ്വയാകുന്ന മദ്രസയിലേക്കും അതിനെ വലിച്ചു കൊണ്ടുപോകപ്പെടും. അപ്പൊ ഫദിക്റുൻ നാരി വൽ ഇഖാബി, നരകത്തിനെ കുറിച്ചും ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മ, തഖ്വീഫുവോ, ആ കുട്ടിയെ ഭയപ്പെടുത്തലാണ്. അതാണ് ഒരു നഫ്സാകുന്ന കുട്ടിയെ ഭയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ്? നാറിന്റെയും എക്കാബിന്റെയും ഓർമ്മ കൊണ്ടാണ്. അപ്പൊ ദിക്റുൽ ജന്നത്തി വ സവാബി, ആ സ്വർഗത്തിനെ കുറിച്ചും അതിന്റെ സവാബിനെ കുറിച്ചുമുള്ള ഓർമ്മ. തർജിയത്തുഹു, ആ നഫ്സാകുന്ന സബീനുള്ള പ്രേരണയാണ്. തർഗീബു, ആശിപ്പിക്കലുമാണ്. അപ്പൊ കദാലിക ഇപ്രകാരം യൽസമുൽ അബ്ദ താലിബ ലിൽ ഇബാദത്തി വറിയാലത്തി, യൽസമു ഇപ്രകാരം അൽ അബ്ദ താലിബ ലിൽ ഇബാദത്തിനെ തേടുന്ന ഒരു അടിമയ്ക്ക് നിർബന്ധമാവും, റിയാലത്തി, റിയാലയെ തേടുന്ന അടിമയ്ക്കും. റിയാല എന്ന് പറഞ്ഞാൽ പരിശീലനം, ഇബാദത്തിലുള്ള പരിശീലനം. അതിന് അയാൾക്ക് നിർബന്ധമാകും അൻയുഷ്ഇറൻ നഫ്സ, നഫ്സിന് ഒരു ബോധം നൽകൽ, ബിൽ അംറൈൻ, ഈ രണ്ട് കാര്യം കൊണ്ട്. അല്ലതീന, ഇങ്ങനത്തെ രണ്ട് കാര്യം, ഹുമൽ ഖൗഫു വറജാ, അതൊക്കെയാണത് ഖൗഫും റജാഉമാണ്. ഇതുകൊണ്ടുള്ള ബോധം നൽകൽ ആവശ്യമാകും. വയില്ല, അങ്ങനെ നൽകിയില്ലെങ്കിൽ ഫലാ തുസാഖിദുൻ നഫ്സുൽ ജമൂഹു, ഈ മോട്ടി കാണിക്കാന്ന് പറയും, ജമൂഹ് അനുസരണക്കേട് കാണിക്കുക, ഇളകി മറിയുക. അങ്ങനത്തെ ആ നഫ്സ് സഹായിക്കുകയില്ല, അലാതാരിക്ക, ഈ ഇബാദത്തിന്റെ മേൽ അത് സഹായിയാവുകയില്ല നഫ്സ്. ബിഹാദൽ മാന, ഇതേ മാന കൊണ്ട് വറദ ദിക്റു ഹക്കീം, ഹക്കീമായ ദിക്ർ വന്നിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നു. ഖുർആനിൽ ഇത് രണ്ടുമുണ്ട്, ഖൗഫുമുണ്ട്, റജാഉമുണ്ട്, തഖ്വീഫുമുണ്ട്, തർജിയത്തുമുണ്ട്. ബി മജ്മൂഉൽ അംറൈൻ, ഈ രണ്ട് കാര്യത്തിന്റെയും മജ്മൂഉമായി ആ വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നു. അവകൾ ഏതൊക്കെയാണ്? അൽ വഅദു വൽ വഈദു. ബി മജ്മൂഉൽ അംറൈനിയുടെ ബദലാണെങ്കിൽ അൽ വഅദി വൽ വഈദി എന്ന് വായിക്കണം. തർഗീബി തഹ്ദീദി, അതാണ് വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. വാഗ്ദാനം പറയുന്നിടത്തെല്ലാം, വഅദ് പറയുന്നിടത്തെല്ലാം വഈദും വരും, തർഗീബ് വരുന്നിടത്തെല്ലാം തഹ്ദീദും വരും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാലക വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. ഖുർആനിൽ അങ്ങനെയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, പുറകെ അല്ലെങ്കിൽ മുമ്പ് മുജ്രിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാഫിറിനെ സംബന്ധിച്ചും പറയും, സലാഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിസ്കിനെ സംബന്ധിച്ചും പറയും, സ്വർഗത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നരകത്തിനെ കുറിച്ചും പറയും. ബാലക ഫീ കുല്ലി വാഹിദിൻ മിൻഹുമ, ഇത് രണ്ടിൽപ്പെട്ട ഓരോന്നിലും വിശുദ്ധ ഖുർആൻ കടുപ്പം കാണിച്ചു. വളരെ ഗൗരവത്തിലാണത് ആ വിഷയം സംസാരിച്ചത് ഖുർആൻ. അങ്ങനെ ഫദക്കറ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മിന സവാബിൽ കരീമി, സവാബിൽ കരീമിനാൽ എന്തിനെ പറഞ്ഞു? ഒന്നിനെ, ലാ സബ്ര അന്നു, അതിനെയും വിട്ട് ക്ഷമിക്കലില്ല. അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ സാധ്യമല്ല. വദക്കറ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മിനൽ ഇഖാബി, ഇഖാബിനാൽ, അൽ അലീമായ ഇഖാബിനാൽ, ഒന്നിനെ, ലാ സബ്ര, അതിന്റെ മേൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ ഖുർആനിൽ സവാബിനെ കുറിച്ച് പറഞ്ഞു, സവാബിനെയും വിട്ട്, സവാബ് വേണ്ട എന്ന് പറഞ്ഞ് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഇഖാബിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ മേൽ ഞാൻ അത് സഹിച്ചോളാമെന്നൊന്നും ക്ഷമിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഫഅലൈക, അപ്പോൾ നീ നിർബന്ധമാക്കി ഇതിന് അന്നേരത്ത് ബിൽത്തിസാമി ഹാദൈനിൽ മഅനയൈനി,
ഈ രണ്ട് മാനയെ നിർബന്ധമാക്കുന്നതിനെ മുറുകെ പിടിക്കുന്നതിനെ നിർബന്ധമാക്കുക. ഏത് രണ്ട് മാനയെ? ഹൗഫും റജാവും. യഹ്സുൽ എന്നാൽ യഹ്സുലു ലക നിനക്ക് കരസ്ഥമാകും, മുറാദുക നിന്റെ ഉദ്ദേശം, മിനൽ ഇബാദത്തി ഇബാദത്തിനാലുള്ള നിന്റെ ഉദ്ദേശം അതിലൂടെ കരസ്ഥമാകും. വയസ്ഫുലു അലൈക നിന്റെ മേൽ എളുപ്പമാകും. ഇഹ്തിമാലുൽ മശക്കത്തി ഇബാദത്തിന് വേണ്ടി മശക്കത്തിനെ സഹിക്കലും നിനക്ക് എളുപ്പമാകും. അല്ലാഹു തആല വലിയ തൗഫീഖി ബിഫദ്ലിഹി വറഹ്മത്തിഹി. ഇൻഷാ അല്ലാഹ് അവിടെ നിർത്താം തൽക്കാലം.